കേരളത്തിൽ 5 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 10 മരണം സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകൾ 7383 ആണ്. കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ കുറയുന്നുണ്ട്. സജു തോമസ് ചേരുന്നു വിവരങ്ങളുമായി. സജു, എന്താണ് നിലവിലെ സാഹചര്യം? കേരളത്തെ സംബന്ധിച്ച് കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നുണ്ട്. പുറത്തുവരുന്ന കണക്കുകൾ എന്താണ്? കഴിഞ്ഞ 3 ദിവസമായ രാജ്യത്തെ കോവിഡ് കേസുകൾ 7000 തന്നെ തുടരുകയാണ്. ഇന്ന് 7383 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 7400 മുകളിലായിരുന്നു. നേരിയ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത്. 2007 കോവിഡ് രോഗികളാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ള കേരളമാണ്. അതായത് ഇന്നലത്തെയും കഴിഞ്ഞ ദിവസത്തെയും കണക്കുകൾ അപേക്ഷിച്ച് ഇന്നിപ്പോൾ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ കൂടുതൽ ടെസ്റ്റുകൾ പരിശോധന നടത്തുന്നതിനാണ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം കേരളത്തിൽ ഇപ്പോൾ കൂടുതലിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ 10 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ജനുവരി മുതലുള്ള ഈ കോവിഡ് മരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് 80നോട് അടുത്തിരിക്കുകയാണ്. നിലവിൽ 80 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ മാത്രം മരണപ്പെട്ടത് 5 പേരാണ്. കേരളത്തിലാണ് 5 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 10 മരണങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് ആകമാനമായി റിപ്പോർട്ട് ചെയ്തത്. അതിൽ 3 മരണങ്ങൾ ഡൽഹിയിലും 2 മരണങ്ങൾ മഹാരാഷ്ട്രയിലുമാണ് റിപ്പോർട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിതിയൊക്കെ നിരീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് പുതിയൊരു വകഭേദമാണ്. തീവ്ര വ്യാപനശേഷി ഉണ്ടെങ്കിൽ തന്നെയും മറ്റു രോഗങ്ങളുള്ളവർക്കാണ് ഇത് വലിയ രീതിയിൽ മൂർച്ഛിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡൽഹിയിലും അതോടൊപ്പം തന്നെ ബംഗാളിലും പ്രത്യേക ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഇതേ സ്ഥിതി തന്നെ തുടരുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാജ്യത്താകമാനമായി ചില പ്രോട്ടോകോളുകൾ എടുക്കാൻ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ധന്യ. ശരി.